ഗൈസ് ഇപ്പൊ അനിയത്തിയാണെങ്കിൽ ഒരു ബുക്കും കളറും കൂടെ കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു, ഗൈസ് ഇപ്പൊ ഇനി ഇതിട്ട് ഞാൻ എന്തിനു വരയ്ക്കാന്? ഈ ഒരു വീഡിയോയിലാണെങ്കിൽ ഈ ഒരു ചേട്ടൻ നൂലിനകത്ത് കളറാക്കി ഒരു ബുക്ക് വെച്ച് വലിക്കണമെങ്കിൽ ഇതുപോലെ കിടില ഒരു പൂവായിട്ട് ഇട്ടുവന്ന്. ഗൈസ് ഇപ്പൊ സാധനങ്ങളല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് നമ്മളെ കളർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഒരു കളർ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇനി ഇതിലൊരു കളർ എടുത്ത ശേഷം നമുക്ക് ഈ ഒരു സാധനത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എന്റെ ഇഷ്ടപ്പെട്ട കളറായിട്ടുള്ള ചുവപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളർ ഏതെന്ന് കമന്റ് ചെയ്താ. അപ്പൊ നമുക്ക് ഈ ചുവന്ന കളർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ചുവന്ന കളർ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് നൂലെടുക്കാം. ഗൈസ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരാം. ഈ ഒരു നൂല് എന്തിന്റെ മനസ്സിലായവരെന്ന് കമന്റ് ചെയ്യട്ടാ. അപ്പൊ എത്ര ഒരു കണ്ടുപിടിച്ച് നോക്കാം. ഗൈസ് അപ്പൊ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. നമ്മളെ ബീച്ചിലൊക്കെ ഒരു സാധനം പറത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന നൂല്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് നൂല് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നൂലിലോട്ട് നമ്മൾ ഈ കളർ കുറച്ചാക്കാം. ഗൈസ് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇത് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ നൂലിൽ നമ്മൾ പെയിന്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പെയിന്റ് ആക്കിയ നൂല് നമുക്ക് ബുക്കിനകത്തോട്ട് വെച്ച ശേഷം നമ്മളെ പൂ വരച്ചെടുക്കാം. അയ്യോ, ഓക്കെ, അപ്പൊ നമ്മളൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബുക്കിലോട്ട് ആ വീഡിയോ കണക്ക് വെച്ചു കൊടുക്കാം. ഓക്കെ, ഇനി അടച്ചു കൊടുത്ത ശേഷം നല്ല രീതിക്ക് പ്രസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ 3, 2, 1. ഗൈസ് ഇപ്പൊ നമ്മളെ പൂ റെഡി ആയോ ഇല്ലേ നമുക്ക് തുറന്നു നോക്കാം. 3, 2, 1. എന്റെ മോനെ, ഗൈസ് പൂ കാണാൻ നല്ല രസമുണ്ടല്ലേ? ഇനി ഇതുകൊണ്ട് നമുക്ക് അനിയത്തി കൊടുത്തിട്ടില്ല.